തിരുവനന്തപുരം മടവൂരിൽ സ്കൂൾ ബസ് ഇടിച്ച് മരിച്ച 7 വയസ്സുകാരിയായ കൃഷ്ണേന്ദുവിന്റെ പൊതുദർശനം ആരംഭിച്ചു. കൃഷ്ണേന്ദു പഠിച്ച മടവൂർ ഗവൺമെന്റ് LP സ്കൂളിലാണ് പൊതുദർശനം. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇന്ന് വീട്ടുവളപ്പിലാണ് സംസ്കാരം. ഇപ്പോൾ പൊതുദർശനം അവസാനിച്ചിട്ടുണ്ട്. കൃഷ്ണേന്ദുവിന്റെ മൃതദേഹം വീട്ടുവളപ്പിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. സാന്ത്വന സാജു വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. സാന്ത്വന, നിലവിൽ എപ്പോഴായിരിക്കും സംസ്കാരമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുക? സ്നേഹ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃഷ്ണേന്ദു പഠിച്ച മടവൂർ LP സ്കൂളിലാണ് ഈ പൊതുദർശനം നടത്തിയത്. അല്പസമയം മുമ്പാണ് ആ പൊതുദർശനം അവസാനിച്ചത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ മൃതദേഹം ഇപ്പോൾ തൊട്ടടുത്തുള്ള ഈ മടവൂർ തന്നെയാണ് കൃഷ്ണേന്ദുവിന്റെ വീട്. ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ മാത്രമേ അങ്ങോട്ടേക്ക് ദൂരമുള്ളൂ. അങ്ങോട്ടേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഈ സ്കൂളിലെ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഹൃദയഭേദകമായ കാഴ്ചകളായിരുന്നു നമുക്ക് കാണുവാൻ സാധിച്ചത്. കാരണം നമുക്കറിയാം 7 വയസ്സ് മാത്രമുള്ള ഒരു 2ാം ക്ലാസ്സുകാരിയാണ് സ്കൂൾ വിട്ട് വീട്ടിലെത്തി അതേ ബസ്സിനടിയിൽപ്പെട്ട മരണത്തിനിരയായിരിക്കുന്നത്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അപകടമാണ് ഉണ്ടായത്. സ്കൂൾ ബസ്സിൽ വന്ന ആളുകളും അത്തരത്തിലൊരു അപകടം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. കുട്ടിയുടെ വീടിന്റെ മുൻപിൽ തന്നെയാണ് ഇന്നലെ സ്കൂൾ ബസ്സിൽ വന്ന് ഇറങ്ങിയത്. പക്ഷെ അതിനുശേഷം അവിടെ ആ പരിസരത്ത് കിടന്നിരുന്ന കേബിളിൽ തട്ടി ഈ വണ്ടിക്കടിയിലേക്ക് വീഴുകയായിരുന്നു. തൊട്ട് പിന്നാലെ തന്നെ ഇതറിയാതെ ഡ്രൈവർ വണ്ടി എടുത്തു. ഈ ബസ്സിന്റെ പുറകിലത്തെ ടയർ തലയിലൂടെ കയറി ഇറങ്ങിയാണ് കുഞ്ഞിന് ദാരുണമായ മരണം സംഭവിച്ചിരിക്കുന്നത്. മുഖമൊക്കെയും വളരെ വലിയ രീതിയിൽ മുഖത്തും തലയ്ക്കും ഒക്കെ അപകടം പറ്റിയിരുന്നു എന്ന് കണ്ട ആളുകളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രമേൽ ദാരുണമായ ഒരു അപകടമായിരുന്നു. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ ഒരു ആഘാതം. കാരണം ഇന്നലെ പോലും അവർ പഠിപ്പിച്ചിട്ട് വിട്ട കുട്ടികളാണ്. ഒപ്പം പഠിച്ച കുഞ്ഞുങ്ങൾ. അവർക്ക് അത്രത്തോളം അതിന്റെ ഒരു വേദനയൊന്നും അറിയില്ല എങ്കിൽ പോലും അധ്യാപകരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വേദനാജനകമായ ഒരു കാര്യമാണ്. കാരണം ഇന്നലെ പോലും അവർ പഠിപ്പിച്ചിട്ട് പറഞ്ഞയച്ച ഒരു കുട്ടിയാണ്. കുട്ടിയെ ജീവനറ്റ രീതിയിൽ കാണേണ്ടി വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു വേദനയൊക്കെ അങ്ങേയറ്റം ഹൃദയഭേദകമായ. ശരി സാന്ത്വന, അങ്ങേയറ്റം ദുഃഖകരമായ കാഴ്ചയാണ് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത്. കൃഷ്ണേന്ദുവിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. സാന്ത്വനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.